തകർന്നടിഞ്ഞ് ആനക്കര പഞ്ചായത്തിലെ മേലഴിയം പള്ളിപ്പടി റോഡ് ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് വലിയ ഭാരവാഹനങ്ങളിൽ തുടർച്ചയായി കൊണ്ടുപോകുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പൊടിശല്യം രൂക്ഷമായതോടെ വ്യാപാരികളും ദുരിതത്തിലായിരിക്കുകയാണിപ്പോൾ. ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് വലിയ ഭാരവാഹനങ്ങളിൽ തുടർച്ചയായി കൊണ്ടുപോകുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പൊടിശല്യം രൂക്ഷമായതോടെ വ്യാപാരികളും ദുരിതത്തിലായിരിക്കുകയാണിപ്പോൾ. കുമ്പിടി മേലഴിയം ഭാഗത്തെ കുന്നിടിച്ച് നിരത്തി കഴിഞ്ഞ 6 മാസത്തോളമായി ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നു. വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെ ഭാരമേറിയ ടോറസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞതോടെ 2.5 കിലോമീറ്റർ റോഡ് ഇന്ന് പാടെ തകർന്നു. റോഡിലെ കുഴികളിൽ വീണ് ഏറെയും ഇരുചക്ര വാഹനക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. ഒരു രക്ഷയില്ല. നമ്മളെ നാടിന് വികസനം ആവശ്യമാണ്. പക്ഷേ ഇങ്ങനൊരു വികസനം വളരെ കഷ്ടമാണ്. എന്തെങ്കിലും ഒന്ന് ഇതിന് നമ്മളെ അധികാരികൾ ഒരു മാർഗം കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു തന്നെ. ഞങ്ങൾക്ക് റോഡ് കംപ്ലീറ്റ് പോയി. ഇവിടെ എത്ര ആളവിടെ വന്ന് വീണെന്ന് അറിയാം. രാവിലെ ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ ഇവിടുന്ന് നീപ്പിക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. സ്ത്രീകളും കുട്ടികളുമായിട്ട് വന്നിട്ട് ഇവിടെ വീഴുക. വഴിക്ക് ഈ വെള്ളമടിക്കുന്ന കാരണം അതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് കുട്ടികൾ വഴിക്കേണ്ടി വീഴുക. വണ്ടിയായിട്ട് 2 വീലറുകൾ കംപ്ലീറ്റ് ഇവിടെ വന്ന് വീഴുന്നുണ്ട്. ദിവസം ഒരു 4-5 വീഴ്ച ഞങ്ങളിവിടെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തന്നെ എന്നാണ് അധികാരികളോട് നമുക്ക് പറയാനുള്ളത്. തകർന്നടിഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്നത് മൂലം പൊടിശല്യവും രൂക്ഷമായി. സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണിപ്പോഴെന്ന് വ്യാപാരികളും പറയുന്നു. പൊടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ തന്നെയാണ്. 6-7 മണി വരെ അതിലെടുക്കും. ഒരു 2-3 പ്രാവശ്യം ചിലപ്പോൾ വെള്ളമടിക്കും, ചിലപ്പോൾ 2 പ്രാവശ്യം അടിക്കും. കാലത്തിൽ 8 മണിക്ക് വന്ന് കുറച്ച് വെള്ളമടിക്കും. പിന്നെ ഒരു 12:30 മണിക്ക് ഒന്ന് വരും. ചിലപ്പോൾ ഒരു 4 മണിക്കും ഉണ്ട്, അല്ലെങ്കിൽ 2 ട്രിപ്പോട്ട് ഒതുക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതൊരു 1 മണിക്കൂർ കൊണ്ട് അത് പറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പൊടി തീറ്റ തന്നെ വൈകുന്നേരം വരെ 8 മണി വരെ ഇതന്നെ പണി. യാത്രക്കാർക്കും ഇവിടെ ആകെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന കരാർ കാലാവധി അവസാനിക്കുന്നതോടെ റോഡ് നവീകരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. NCV ന്യൂസ് തൃത്താല. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 14 മുതൽ 24 കൂടി. ദ്രവ്യകലശം മാർച്ച് 14 മുതൽ 17 വരെ. കൊടിയേറ്റം മാർച്ച് 17 രാത്രി 7:30. ഉത്സവ ബലി മാർച്ച് 22. പള്ളിവേട്ട 23. ആറാട്ട് മാർച്ച് 24 ഞായറാഴ്ച. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മാർച്ച് 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഏവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.